വിശുദ്ധ ഗബ്രിയേൽ മാലാഖ ചെറുപ്പക്കാരനായിരുന്ന ഒരു സെമിനാരിക്കാരൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, 1 വർഷത്തിന് മുമ്പിൽ നീ മരിക്കും. ഒരുപക്ഷെ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഏറ്റവും നന്നായി ജീവിക്കുവാനും സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി സുഹൃതങ്ങളിലൂടെയും ആത്മീയ ജീവിതത്തിലൂടെയും ഒരുങ്ങുവാൻ വേണ്ടി സ്വർഗം കൊടുത്ത ഒരു മുന്നറിയിപ്പായിരിക്കാം ഇത്. ആരാണത്? അദ്ദേഹത്തിൻ്റെ പേരാണ് വിശുദ്ധ അലോഷ്യസ് ലൂയിജി ഗൊൺസാഗോ. 8 മക്കളിൽ ഏറ്റവും മൂത്തവനായിരുന്ന അലോഷ്യസിനെ പട്ടാളക്കാരനാക്കുവാനാണ് മാതാപിതാക്കന്മാർ വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ 7ാം വയസ്സിൽ അത്ഭുതകരമായ ഒരു ദൈവാനുഭവം ഉണ്ടായി. ആ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ ജീവിതത്തെ ദൈവത്തിന് അലോഷ്യസ് സമർപ്പിക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഭക്തി മൂലം മുട്ടിന്മേൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നത്. വിശുദ്ധ ചാൾസ് ബൊറോമിയയിൽ നിന്നാണ് അദ്ദേഹം ആദ്യ കുർബാന സ്വീകരിച്ചത്. മാതാപിതാക്കന്മാരുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടും അത് വകവയ്ക്കാതെയും തനിക്ക് കിട്ടിയ ദൈവാനുഭവത്തിൻ്റെ പിൻബലത്തിൽ വലിയ തീക്ഷ്ണതയോടുകൂടി പുരോഹിതനായി ക്രിസ്തുവിന് ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ജസ്യൂട്ട് സന്യാസ സഭയിൽ ചേരുകയാണ് ഉണ്ടായത്. വിശുദ്ധ റോബർട്ട് ബെല്ലാർമിനാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവ്. ഒരിക്കല് റോമിൽ 1590കളിൽ വലിയൊരു പാൻഡമിക്, നമ്മുടെ നാട്ടിൽ കൊറോണ വന്നതുപോലെ ആ കാലഘട്ടത്തിൽ വലിയ പ്ലേഗ് ബാധിത പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. അങ്ങനെ റോമിൽ അനേകർ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കമ്മില്ലസിനോടും മറ്റ് ജസ്യൂട്ട് സഹോദരന്മാരോടും ചേർന്ന്, സന്നദ്ധ പ്രവർത്തകരോട് ചേർന്ന് അങ്ങനെയുള്ളവരുടെ ജീവിതം രക്ഷിക്കുവാൻ വേണ്ടി ഈ ബ്രദർ അലോഷ്യസും ഇറങ്ങി പുറപ്പെട്ടു. ഒരിക്കൽ അദ്ദേഹം വഴിയോരത്ത് പ്ലേഗ് ബാധിച്ച് മരണാസന്നനായി കിടക്കുന്ന ഒരു രോഗിയെ കണ്ടു. അദ്ദേഹം തൻ്റെ തോളിൽ ആ രോഗിയെ എടുത്തുകൊണ്ടുവന്ന് ആസ്പത്രിയിൽ കൊണ്ടുപോയി ചികിത്സയ്ക്കായി അവിടെ പ്രവേശിപ്പിച്ചു. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ അസുഖം അലോഷ്യസിന് വന്നു പെടുകയും അലോഷ്യസ് ഇതുപോലെ തന്നെ രോഗിയായി മരിക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ പുരോഹിതനാകുവാൻ സാധിക്കാതെ 23ാമത്തെ വയസ്സിൽ മുൻകൂട്ടി തന്നെ ഗബ്രിയേൽ ദൂതൻ അറിയിച്ചതുപോലെ അലോഷ്യസ് മരണമടയുകയാണ്. എന്നാൽ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തൻ്റെ മരണത്തിന് മുമ്പേ തന്നെ കോർപ്പൂസ് ക്രിസ്തിയുടെ തിരുനാളിൻ്റെ അന്ന് താൻ മരിക്കുമെന്ന് വിശുദ്ധ അലോഷ്യസ് പ്രത്യേകമായി തൻ്റെ ആത്മീയ നിയന്ത്രാതാവിനോടും മറ്റുള്ളവരോടും വെളിപ്പെടുത്തിയിരുന്നു. അങ്ങനെ കോർപ്പൂസ് ക്രിസ്തി തിരുനാളിൻ്റെ അന്ന് രാത്രിയിൽ മിഡ്നൈറ്റിന് മുമ്പായിട്ടാണ് അലോഷ്യസ് 23ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. വിശുദ്ധ അലോഷ്യസ് കാർമലൈറ്റ് വിശുദ്ധയായ മരിയ മഗ്ദലിന പാറ്റ്സി എന്ന് പറയുന്ന ഒരു വിശുദ്ധയ്ക്ക് ഈ അലോഷ്യസ് ഗൊൺസാഗോ പ്രത്യക്ഷപ്പെട്ട് സന്ദേശങ്ങൾ നൽകുകയുണ്ടായി. ഏതായിരുന്നാലും ഈ വിശുദ്ധൻ്റെ പൂജ്യാവശിഷ്ടം അടക്കം ചെയ്തിരിക്കുന്നത് റോമിലെ വിശുദ്ധ ഇഗ്നോഷ്യസ് ലയോളയുടെ നാമധേയത്തിലുള്ള റോമിലെ ഒരു ബസലിക്കയിലാണ്. ഇവിടെയാണ് വിശുദ്ധ ചാൾസ് ബെർക്കുമെൻസിൻ്റെയും അതോടൊപ്പം തന്നെ അലോഷ്യസ് ഗൊൺസാഗയുടെ ആത്മീയ നിയന്ത്രാതാവായിരുന്ന റോബർട്ട് ബെല്ലാർമിൻ വിശുദ്ധൻ്റെയും പൂജാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത്. ഈ വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗയുടെ തിരുനാളിൻ്റെ ഇന്ന് ആ ദേവാലയത്തിൽ ചെന്നപ്പോൾ ഒരുപാട് വ്യക്തികൾ വലിയ വിശ്വാസത്തോടു കൂടി അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടു. മാത്രമല്ല, ഈ അലോഷ്യസ് ലൂയിജി ഗൊൺസാഗയുടെ ആ ഖബർ അടക്കം ചെയ്തിരിക്കുന്ന ആ പൂജാവശിഷ്ടം സ്ഥിതി ചെയ്യുന്ന ആ കാസ്കറ്റിൻ്റെ അടിയിലായി 2 മാലാഖമാരുടെ പ്രതിമകൾ ഞാൻ ശ്രദ്ധിച്ചു. വലതുവശത്തിരിക്കുന്ന പ്രതിമ, ആ മാലാഖ തൻ്റെ വലത് കാലുകൊണ്ട് ഒരു ഭൂഗോളം തട്ടി മാറ്റുകയാണ്. അതിനർത്ഥം ഇതാണ്, ഈ ലോകത്തിൻ്റെ മഹത്വവും ഗ്ലോറികളൊന്നും തനിക്ക് വേണ്ട എന്നുള്ളതിൻ്റെ അടയാളമായി അതിനെ തട്ടി മാറ്റുന്നതായിട്ടാണ്. മറിച്ച് ഇടത് സൈഡിലുള്ള മാലാഖയുടെ കാൽപാദത്തിൽ ഒരു ക്രൗൺ, ഒരു കിരീടം അവിടെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം രാജകീയ കുടുംബത്തിൽ വളർന്നു വരാൻ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അത് വേണ്ട എന്ന് പറഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ആ ക്രൗൺ മാലാഖയുടെ കാൽപാദത്തിൽ വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നതിൻ്റെ ഒരു അടയാളം. ഏതായിരുന്നാലും വിശുദ്ധ അലോഷ്യസ് ലൂയിജി അനേകം വിശുദ്ധരെ സ്വാധീനിച്ച, സ്പർശിച്ച ഒരു ജസ്യൂട്ട് വിശുദ്ധനാണ്.
നമുക്ക് അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം തേടി പ്രത്യേകമായ വിധത്തിൽ ഇന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഗൊൺസാഗോ അലോഷ്യസ് വിദ്യാർത്ഥികളുടെ ഒരു മധ്യസ്ഥനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെല്ലാം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പും അതിനുശേഷവും അതോടൊപ്പം തന്നെ പഠന നാളുകളിലും വിശുദ്ധ അലോഷ്യസ് ഗൊൺസാഗയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. 23-ാം വയസ്സിൽ മരണമടഞ്ഞ ചെറുപ്പക്കാരനായ ആ വിശുദ്ധന് കുട്ടികളുടെ മനസ്സും അവരുടെ ആവശ്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും അറിയിക്കുവാനും മാധ്യസ്ഥം തേടി ആവശ്യമായ നന്മകളെല്ലാം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുതരുവാനും സാധിക്കും എന്നുള്ളതിൽ സംശയമില്ല. വിശുദ്ധ അലോഷ്യസ് ലൂയിജി ഗൊൺസാഗയുടെ മാധ്യസ്ഥം നിങ്ങളോടും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.